ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഇന്ന് ബിഗ് ബോസിൽ വീക്ക്ലി ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായി. ആരെയും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഇന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജ്യൂസ് ഫാക്ടറീസിന്റെ ഒക്കെ ഉടമസ്ഥരായിട്ടിരുന്നിരുന്നത് അനീഷും ഷാനവാസും ആര്യൻ കത്തോരിയുമായിരുന്നു. അനീഷിന്റെ ഭാഗത്തും നമുക്ക് ഇന്ന് പൂർണ്ണമായിട്ടും ഒരു ന്യായമുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. മറ്റൊന്നുമല്ല, അനീഷ് ഇന്ന് ഭയങ്കരമായിട്ട് ട്രിഗർ കയറി പ്രൊവോക്ഡ് ആയിട്ട് കുപ്പികളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അനീഷ് അവിടെ പ്രൊവോക്ഡ് ആവാനുള്ള കാരണം നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അനീഷിൻ്റെ എല്ലാ മനുഷ്യർക്കും ഒരു ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നതായിരിക്കും. അത് തന്നെയാണ് അനീഷിനും പറ്റിയത്. അനീഷ് ചെക്കിങ്ങിന് കൊണ്ടുപോയിട്ടുള്ള എല്ലാ ജ്യൂസിൻ്റെ കുപ്പികളും അനുമോളും സാബുമാനും, മറ്റേ ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ടിരിക്കുന്ന അനുമോളും സാബുമാനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കുപ്പികൾ അനീഷ് കൊണ്ടുപോയതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഒരു കുപ്പിയിൽ ഹെയർ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കുപ്പികളും റിജക്റ്റ് ചെയ്തു. റിജക്റ്റ് ചെയ്യാനുള്ള അവകാശം ഈ പറയുന്ന ക്വാളിറ്റി ചെക്കേഴ്സിനുണ്ട്. അവരുടെ ആ ഒരു ഒപ്പീനിയനെ അംഗീകരിച്ച് വേണം അനീഷ് നിൽക്കാനായിട്ട്. ബാക്കിയൊക്കെ എന്താണ് തീരുമാനിക്കുന്നത് കാണുന്ന ജനങ്ങളാണല്ലോ. ബാക്കിയൊക്കെ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അനീഷ് സ്വന്തമായിട്ട് അവിടെ നിൽക്കണമായിരുന്നു. പക്ഷേ കുറച്ച് പ്രൊവോക്ഡ് ആയിട്ട് അനീഷ് ആ ഒരു കുപ്പികളൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു. പക്ഷേ ഏറ്റവും അവസാനം ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അനീഷ് ക്വാളിറ്റി ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഓറഞ്ച് കുപ്പികൾ, അതായത് ഓറഞ്ച് ജ്യൂസ്, നമ്മുടെ ഷാനവാസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓറഞ്ച് ജ്യൂസിൻ്റെ കുപ്പികൾ എടുത്ത് അനീഷ് പൊട്ടിച്ചു എന്നൊരു ആരോപണം അനീഷിനെതിരായിട്ട് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അനീഷ് ഈ പറയുന്ന സെലക്ട് ചെയ്ത് അവിടെ അനുമോളും സാബുമാനും കൂടി സെലക്ട് ചെയ്ത് വെച്ച കുപ്പികൾ ഒരിക്കലും അനീഷ് പൊട്ടിച്ചിട്ടില്ല. ആ ഒരു കുപ്പികൾ ഈ പറയുന്നൊരു ഫൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ മറ്റുള്ള കുപ്പികളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചപ്പോൾ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും വന്നിട്ട് എല്ലാ ജ്യൂസിൻ്റെ കുപ്പികളും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും എറിഞ്ഞു പൊട്ടിക്കുകയും ചീത്തയാക്കുകയും ചെയ്യുന്ന സമയത്ത് ഷാനവാസ്, ഈ പറയുന്ന ഓറഞ്ച് ജ്യൂസിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഷാനവാസ്, ക്വാളിറ്റി ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ച ആ ഒരു കുപ്പികളൊക്കെ സേഫ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരറിയാണ്ട് ആ ഒരു കുപ്പികളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് ഷാനവാസ് ആരും അറിയാത്ത രീതിയിൽ അത് ബാക്കിൽ ഒളിപ്പിച്ച് വെച്ച് അവിടെ കുറേ സമയം നിന്നു. ജിസയിൽ വന്ന സമയത്ത് ഈ ഒരു കുപ്പികളൊക്കെ സേഫ് ആയിട്ട് പുള്ളിക്കാരത്തിനെ ഏൽപ്പിച്ചു. ജിസയിൽ ഈ കുപ്പികൾ നേരെ ആര്യൻ്റെ കൊടുത്തു. ഈ കുപ്പികൾ ഷാനവാസ് വളരെ സേഫായിട്ട് അവിടെ നിന്ന് എടുത്തു. അതിനുശേഷം ആര്യന് ഈ ഒരു കുപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് ആര്യനാണ് ജയിലിൽ കിടക്കുന്ന ജിഷിൻ മോഹനും നേവിനും ഈ കുപ്പികൾ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചത്. അങ്ങനെ അവർ അതിൽ നിന്ന് ആ ഒരു ജ്യൂസൊക്കെ എടുത്ത് വെള്ളം കുടിച്ചു. അവിടെ ആ ഒരു കുപ്പി എറിഞ്ഞു കളഞ്ഞു. ഇതിനകത്ത് അനീഷിൻ്റെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും സംഭവിച്ചിട്ടില്ല. അനീഷ് ക്വാളിറ്റി ചെക്ക് ചെയ്ത് സാബുമാനും അനുമോളും മാറ്റി വെച്ചിരിക്കുന്ന കുപ്പി അനീഷ് എടുത്തിട്ടില്ല. ഷാനവാസ് ആണെങ്കിൽ തൻ്റെ ഉടമസ്ഥതയിലുള്ള ഓറഞ്ച് ജ്യൂസിന് സെലക്ട് ചെയ്ത കുപ്പികൾക്ക് യാതൊരു ദോഷങ്ങളും വരാത്ത രീതിയിൽ അവിടെ നിന്ന് സേഫായിട്ട് അത് എടുത്തു മാറ്റി ആര്യൻ്റെയാണ് അത് ഏൽപ്പിച്ചത്. ആര്യനും ജിസയിലുമാണ് ബാക്കി ഇതിൻ്റെ ഉത്തരവാദിത്വം നോക്കേണ്ട ആൾക്കാർ. ഇവർ അത് കൊണ്ടുപോയി അവരുടെ രീതിക്ക് തോന്നിവാസം കാണിച്ചു. ഏറ്റവും അവസാനം ഈ പറഞ്ഞ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വെച്ച കുപ്പികൾ ഉൾപ്പെടെ ഇല്ലാതാക്കി പൊട്ടിച്ചു കളഞ്ഞു എന്നുള്ള പേരിൽ ഒരു ആരോപണം അനീഷിനെതിരെയാണ് വന്നത്. പക്ഷേ കൃത്യമായിട്ട് ആ ഒരു ക്യാമറയിൽ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു സംഭവമാണ്, ആ ഒരു കുപ്പികൾ അനീഷ് എടുത്തിട്ടില്ല. അനീഷ് ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്ത് വെച്ച കുപ്പികൾ എടുത്ത് പൊട്ടിച്ചിട്ടില്ല. ആ ഒരു ആരോപണം അവിടെ തെറ്റാണ്. പക്ഷേ അനീഷ് പ്രൊവോക്ഡ് ആയതും ക്വാളിറ്റി ചെക്കേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ അനുസരിക്കാണ്ടിരുന്നതും ഒരു തെറ്റ് തന്നെയാണെങ്കിലും ക്വാളിറ്റി ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുപ്പികൾ അനീഷ് എടുത്ത് പൊട്ടിച്ചിട്ടില്ല. അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. എന്നൊക്കെയാണെങ്കിലും ഇതിൻ്റെ പേരിൽ ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ എന്തെങ്കിലും സംസാരം ഉണ്ടാവുകയാണെങ്കിൽ ലാലേട്ടനും അത് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന വീക്ക്ലി ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫൈറ്റ് ഇന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പുള്ള പല വീക്ക്ലി ടാസ്കുകളും മര്യാദക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കണ്ടസ്റ്റൻസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് ഈ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. വീക്ക്ലി ടാസ്കുകളൊന്നും അവർ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അത് ബിഗ് ബോസ് വെറുതെ വിടേണ്ട ഒരു കാര്യമൊന്നുമല്ല. അത് കൃത്യമായിട്ട് ഈ കണ്ടസ്റ്റൻസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. വീക്ക്ലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പണിഷ്മെൻറ്റ് എല്ലാ കണ്ടസ്റ്റൻസിനും കൊടുക്കണം. കാരണം ടാസ്കുകൾ കോണ്ടന്റിന് വേണ്ടി എല്ലാ ടാസ്കുകളും അലങ്കോലമാക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. കോണ്ടന്റ് ടാസ്ക് മര്യാദക്ക് കംപ്ലീറ്റ് ചെയ്താലും കിട്ടും. അപ്പോൾ ആ ഒരു രീതിക്ക് കണ്ടസ്റ്റൻസിനൊരു അവയർനെസ് കൊടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ലാലേട്ടനും ഈ പറയുന്ന ടാസ്കുകൾ കണ്ടസ്റ്റൻസ് അറ്റൻഡ് ചെയ്യുന്നതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കണം. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്